ഇത് ഹ്യുണ്ടായുടെ വെർണയാണ്, പഴയ മോഡൽ. ഇതിന് മറ്റ് കാറുകളിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ് നമുക്ക് കൺവെർട്ടബിളാണ്. നമുക്ക് ഇത് വെളിയിലേക്ക് എടുക്കാൻ പറ്റും. ഒരാളിരിക്കെ അയാൾ ഉൾപ്പെടെ നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ പറ്റും. നമ്മളിവിടെ ലോക്കലായിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ ലോക്ക് അഴിക്കണം. ലോക്ക് അഴിച്ചിട്ട് ഈ ലിവർ ഫ്രണ്ടിലോട്ടാക്കണം. ഇത് ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രീ ആണ്. സീറ്റ് കംപ്ലീറ്റ് ഫ്രീ ആണ്. ഇതെങ്ങനെ വെളിയിലേക്ക് ഇറക്കുന്നു കാണിച്ചു തരാം. ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്കുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ലിവറിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ലിവർ ഇങ്ങനെ ആക്കിയാലേ ഇത് തിരിയുള്ളൂ. നമ്മളത് തിരിച്ചു വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നൊരു വീൽ ചെയറുണ്ട്. വീൽ ചെയറല്ല, വീലിൻ്റെ ഒരു സെറ്റപ്പ് അതിതാണ്. നമ്മളിത് കൊണ്ടുവന്ന് അകത്തെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യണത് കാണിച്ചു തരാം. ഈ രണ്ട് പോർഷൻസ് അത് ഈ ലോക്കുമായിട്ട് അലൈനായിട്ട് ലോക്കാവും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ലോക്കിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ലോക്ക്. അത് നമുക്ക് ഈ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ലോക്കാകുന്നത്. ഇങ്ങനെ ലോക്കാക്കിയിട്ട് നമുക്ക് സീറ്റ് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. വലിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ സീറ്റ് കുറച്ച് പുറകോട്ടാക്കണം. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇത് വലിച്ചിങ്ങ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ആളിരിക്കണമെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഈ ലോക്ക് റിലീസ് ജസ്റ്റ് ഇത് പുള്ളി ചെയ്താൽ ആളെ നമുക്ക് ഈസി ആയിട്ട് വെളിയിറക്കാം. വെളിയിറങ്ങിയിട്ട് നമ്മൾ സീറ്റ് പഴയ പോലെ ആക്കണം. ഇത് ഞാനൊരു വിദേശ നിർമ്മിത സിസ്റ്റം കണ്ടതാണ്. പക്ഷേ അതിൻ്റെ വില അന്വേഷിച്ചപ്പം ഒരു 5 ലക്ഷം രൂപ അവർ പറയുന്നത്. എന്നാൽ നമുക്കൊരെണ്ണം ഉണ്ടാക്കാമെന്നുള്ള ഇത് വന്ന് നമ്മളങ്ങോട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ബേസ് യൂണിറ്റ്. ഇത് ഇങ്ങനെ കാണിച്ചു തരാം. ഈ ലിവർ വർക്ക് ചെയ്യുമ്പം ഇവിടുത്തെ ഈ ലോക്ക് ഓപ്പൺ ആവും. പിന്നെ ഇതിങ്ങനെ തിരിയും. പിന്നെ മേളിൽ കസേര ഉണ്ടെന്ന് വിചാരിക്കുക. കസേരയല്ല, സീറ്റ്. എന്നിട്ട് ഈ യൂണിറ്റ് കംപ്ലീറ്റ് പൊറോട്ട പോവും. പൊറോട്ട ആയതിനു ശേഷം ഈ ലിവർ ഓപ്പറേറ്റ് ഇത് മൊബൈൽ കയ്യിരിക്കുന്ന കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. ഇതാണ് എൻ്റെ ഫൈനൽ സെറ്റപ്പ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഞാൻ സീറ്റ് ലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ലോക്ക് പഴയ പോലെ തന്നെ ഓപ്പൺ ചെയ്യുക. ഈ യൂണിറ്റ് ഇങ്ങനെ മുന്നോട്ട് വലിച്ചിട്ട് തിരിക്കുക. തിരിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, ഇത് തന്നെ ലോക്കാവും. കണ്ടോ? ഇനി ഈ യൂണിറ്റ് തിരിയതിൽ കണ്ടോ? സീറ്റ് ആദ്യത്തെ പോലെ തന്നെ പുറകോട്ട് മറിക്കുക. ശങ്കരന്മാർ പൊസിഷൻ കറക്റ്റ് ചെയ്ത് പഴയ പോലെ തന്നെ ലോക്കിലോട്ട് കൊണ്ടുവരും.
അല്ല ലോക്കായി. ഇപ്പറയും ലോക്കായെന്ന് നോക്കാം. ലോക്കായിട്ടില്ല. നമ്മൾ മാനുവലി ഇത് ചെയ്ത് കൊടുക്കണം. ഇനി ജസ്റ്റ് പുഷ് ചെയ്യുക. ഇവിടെയാണ് എൻ്റെ സീറ്റ് ലോക്ക്. ഈ ഒറിജിനൽ ലോക്ക് തന്നെയാണ് നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് സീറ്റ് അകത്തോട്ട് കയറിയ പൊസിഷൻ. ഇനി ഇവിടെ ഈ ലിവർ ഓപ്പറേറ്റ് ലോക്ക് ഓപ്പൺ ചെയ്ത് ഇത് ഡിറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡിക്കിക്കകത്ത് സൂക്ഷിക്കാം. ഡിക്കിക്കകത്ത് കയറുന്ന ഒരു ടൈപ്പിലത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കയറിയിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പം ഈ യൂണിറ്റ് കൂടി കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആളെ ഇറക്കാം. ഇതൊരു ഈസി മെത്തേഡാണ് നമുക്ക് ഒരാളെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും. ഇതിപ്പം ഈ ഒരു കാറിൻ്റെ ഒരു സെറ്റപ്പിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡോർ ശകലം കൂടുതൽ തുറക്കുന്നൊരു ഇതാക്കിയിട്ടുണ്ട്. എന്നാലും ഈ സീറ്റ് ഇറങ്ങി വരാനുള്ളൊരു സംവിധാനം ആവുള്ളൂ. സീറ്റ് എങ്ങനെ നമുക്ക് പഴയ രീതിയിലേക്ക് ആക്കുന്നു നോക്കാം. ഈ ലോക്ക് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. കഴിഞ്ഞു. വളരെ ഈസിയാണ്. നമുക്ക് കാലിലോ അല്ലെങ്കിൽ നടക്കാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊരു സംവിധാനം ഉണ്ടാക്കിയാൽ നല്ല ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും.